ഹലോ സർ. അകത്തേക്ക് വരാലോ അല്ലേ? കമൻ. ഹരിശങ്കറിന്റെ ഫാദറാണത്, ഗൾഫിലാണ്. നമസ്കാരം സർ. അവിടുന്ന് വരിക. ഓഹോ, മകന്റെ വിവരം അറിഞ്ഞിട്ട് എത്തിയതാണല്ലേ? അതെ സർ. ഇരിക്കും. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക. എന്തിനാ? വീട്ടിലുള്ളവര് കഷ്ടപ്പാടില്ലാതെ സുഖമായിട്ട് കഴിയാൻ. പക്ഷേ അവരിങ്ങനെയാ സുഖിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എന്നതാ ചെയ്യേണ്ടത് പറഞ്ഞാ അങ്ങനെ ചെയ്യാ സാറേ. ഓ, ഇനി എന്താ ചെയ്യാനാ? കതിരെ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല. ഈ ഇരിക്കുന്നവരാ? എന്റെ അനുജന സിംഗപ്പൂരാ ജോലി. വിവരം അറിഞ്ഞിട്ട് വന്നതാ. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാന്ന് വെച്ചാ വലിയ ബുദ്ധിമുട്ടാ. റേപ്പ് ചെയ്യപ്പെട്ട കുട്ടി മൊഴി മാറ്റി പറയണം. ആരും റേപ്പ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മെഡിക്കൽ ചെക്കപ്പിലും ഫോറൻസിക് ടെസ്റ്റിലും റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ എല്ലാ അടയാളങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രക്ഷമാർഗം ഉണ്ടാക്കി തരണം. കുടുംബം മുഴുവൻ നാണം കിട്ടും. അത് പോട്ടെ, ഒരു ചെറുപ്പക്കാരന്റെ ഭാവി തുടങ്ങിയ പോലും ഓർക്കുമ്പോ നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കൊന്നും ചെയ്യാനില്ല. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക, അത് മാത്രം. ഈ കേസ് അന്വേഷണത്തിന്റെ ചാർജ് സിഐക്കാ. നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടു. കൂടുതൽ തല്ല് കിട്ടാതിരിക്കാൻ എന്തെങ്കിലും. ഇവിടുത്തെ തല്ല് കഴിഞ്ഞു. ഇനി സബ് ജയിലിലേക്ക് ചെല്ലുമ്പോഴാ കുറച്ച് അടിയൊക്കെ കിട്ടണമെന്നേ ഓർമ്മയിൽ നിൽക്കണം. ഒരിക്കലും മറക്കരുത്. ഞങ്ങൾക്ക് പിള്ളേരെന്ന് കാണാൻ പറ്റും. സിഐയോട് ചോദിച്ചിട്ട് അദ്ദേഹം സമ്മതിച്ചാൽ കാണാം. ഞാനും കൂടി വരാം. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ കാര്യം പറഞ്ഞിട്ട് വരാം. നമ്മുടെ ഒരു ഗതികേട്. സാർ കയറിച്ചല്ലേ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. താങ്ക് യു. നമസ്കാരം സർ. വരണം. ശിവശങ്കര മേനോൻ, ഹരിശങ്കര മേനോന്റെ അച്ഛനാണല്ലേ? സാറിന് അറിയാലോ. നിങ്ങളുടെ എൽഡർ ബ്രദർ അല്ലേ ലഫ്റ്റനന്റ് കേണൽ ഗംഗാധര മേനോൻ? അതെ സർ. നിങ്ങളുടെ മകനുണ്ടല്ലോ, അവന് കടുക്ക കഷായം വെച്ച് കൊടുക്കണമായിരുന്നു ഒരു 10 വയസ്സ് മുതൽ. ഒരു തെറ്റൊക്കെ ആർക്കും. ഒരു തെറ്റം. അവൻ ബാലചന്ദ്ര മേനോന്റെ വീട്ടിലെ സെർവന്റിന് പണി കൊടുക്കാൻ നോക്കിയതല്ലേ? അല്ലെ, അത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? അത് നിങ്ങളൊന്ന് പൈസ കൊടുത്ത് മുക്കി. എന്നിട്ട് അവൻ രക്ഷപ്പെട്ടോ? അവന്റെ ഇഷ്ടവിനോദം റേപ്പാ. അവനതൊരു കലയാക്കി വളർത്തിക്കൊണ്ട് വരുവായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, കലാകാരനാ. മകനായിട്ട് ജനിച്ചു പോയില്ല സാർ. ശാസിക്കാനും ശിക്ഷിക്കാനും അല്ലേ പറ്റത്തുള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. വീട്ടിൽ നിന്ന് വേണ്ട പോലെ ശാസനം കിട്ടിയില്ല, ശിക്ഷയും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പോലീസിനും കോടതിക്കൊക്കെ ഇതുപോലെ ശിക്ഷിക്കേണ്ടി വരുന്നത്. സാറ് പറയുന്ന എന്തിനും ഞങ്ങൾ തയ്യാറാ സാറേ. പറഞ്ഞാൽ മതി. പറയാം. ഈ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. കിട്ടത്തില്ല. ഒരു 30 ദിവസമെങ്കിലും സബ് ജയിലിൽ കിടക്കും. ഇത് കഴിയുമ്പോൾ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാം. പിന്നെ കേസ് ശിക്ഷ കിട്ടും ഉറപ്പാ. ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി തെളിവ്. ഇനിയിപ്പോ മൊഴി മാറ്റി പറയിച്ചാലോ? വേറെയും തെളിവുണ്ട്. എന്നാലും നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ച് വാദിച്ചാൽ ശിക്ഷ പറഞ്ഞു കിട്ടും. അല്ലാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഒരു സഹായം പ്രതീക്ഷിക്കേണ്ട. സർ, ഞങ്ങള് അവരൊന്ന് കണ്ടിട്ട് പോകട്ടെ. കണ്ടോ, ഇഷ്ടംപോലെ കണ്ടോ. അടുത്തൊരു മാസത്തേക്ക് കാണാൻ പറ്റില്ലെന്ന് വരും. താങ്ക് യു സർ. ഞങ്ങൾ പോലീസുകാർ ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്നവർ. എന്നും കുറ്റവാളികളെ കാണുകയും അവരോട് ഇടപെടുകയും ചെയ്യുന്നവരാ. ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ക്രിമിനൽസിന്റെ മുഖങ്ങളാണ്. അതിൽ ഏറ്റവും മ്ലേച്ഛമായ മുഖങ്ങൾ ഏതാണെന്നറിയോ? ബലാത്സംഗ കേസിൽ പ്രതികളാകുന്നവരുണ്ട്. മറ്റെല്ലാത്തരം കുറ്റങ്ങൾക്കും 1% മാന്യതയും മര്യാദയും ഉണ്ട്. പക്ഷേ കൂട്ട ബലാത്സംഗം നടത്തുന്നവർക്ക് 0 മാന്യത. അവർ യാതൊരു ദയയും അർഹിക്കുന്നില്ല. അത്രയ്ക്ക് ക്രൂരന്മാരും നീചന്മാരും തെമ്മാടികളും നികൃഷ്ടരുമാണ് ഇവര്. സാറന്മാര് സൗകര്യമായിട്ട് കണ്ടോ? കഷ്ടപ്പെട്ട് ജനിപ്പിച്ച് വളർത്തിയതല്ലേ? കണ്ണു നിറച്ച് കണ്ടോ? ഇങ്ങോട്ട് നോക്കടാ. ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. തൊണ്ടേ പുഴുത്ത ഇറക്കാതിരിക്കാൻ പറ്റുമോ? എടാ രോഹി, നിന്നോടും കൂടിയാ പറഞ്ഞത്. ജാമ്യം കിട്ടത്തൊന്നുമില്ല. എന്നാലും വെറുതെ ശ്രമിച്ചു നോക്കാം. നിങ്ങളുടെ സമയം വളരെ മോശം. അത് ഉടനെയൊന്നും നന്നാവാനും പോകുന്നില്ല. ജയിലിൽ കിടക്കണമെന്ന തലയെഴുത്തെങ്കിലേ കിടന്നല്ലേ പറ്റൂ. എന്ന് വെച്ചാൽ ഞങ്ങളാരും നിങ്ങൾ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. കേസ് ഞങ്ങൾ നടത്തും. അത് ഞങ്ങളുടെ കടമയാ. നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു. കുടുംബങ്ങൾ താറുമാറായി. എത്ര പേരെ നാണം കെട്ട് വിഷമിക്കുന്നത്. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലോട്ട് പോവാ. അവിടെയും 2 പേരും നാണം കെട്ട് കിടപ്പുണ്ട്. ഒരു അച്ഛനും ഒരു അമ്മയും. കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും വരാം. 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞു. വരാൻ പറ. ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. കേറിക്കോളൂ. ഞാൻ എന്തൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യണം ശിവേട്ട. ഞാൻ എന്നത് ചെയ്തിട്ടാ? ഇതൊക്കെ എല്ലാവരും പറയുന്നത് വൈജയ്. അവനവന്റെ കയ്യിൽ പോണ്ട ഓരോന്ന് വന്ന് ചേരുന്നത്. രാജുവേട്ടൻ ഇങ്ങനെയൊന്നും പറയില്ലേ ഈ വയ്യ നടക്കുന്ന എന്നോട്. ഞാൻ നിന്റെ മെക്കെട്ടേറാൻ വന്നൊന്നുമല്ല. പക്ഷെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അതൊക്കെ നീ ചോദിക്കുന്ന കേൾക്കുമ്പോ പറയണ്ടാത്തോടെ പറയാൻ തോന്നിപ്പോവും. അതിനാ എന്നോടൊരു വിരോധം പോലെ. നിന്റെ കൈയും കാലും ഒടിഞ്ഞുള്ള ഈ കിടപ്പ് നീ വരുത്തി വെച്ചല്ലേ? രോഹി നാളെ ജയിലിലോട്ട് കയറാൻ പോവാ. അതവൻ വരുത്തി വെച്ചല്ലേ? എന്നിട്ട് എന്നാ തെറ്റാ ചെയ്തതും പോലും കാണിച്ചു കൂട്ടിയത് മുഴുവൻ തെറ്റാ. എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ ആങ്ങളമാർ 2 കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോണ്ട് വന്നത്? എടി, കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണണം. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വിധിയെ ശപിച്ച് ദൈവത്തെയും പഴിച്ചിരിക്കുകയല്ല വേണ്ടത്. നിന്റെ മകനും ശിവേട്ടന്റെ മകനും ചെയ്തത് മോശമായി പോയിന്ന് നീ ആരോടെങ്കിലും ഇതുവരെ സമ്മതിച്ചിട്ടുണ്ട്? ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. കമലയെടുത്തേയും സമ്മതിച്ചിട്ടില്ല. എല്ലാത്തിന്റെ ആണിക്കല്ല അവൾ ഒറ്റ ഒരുത്തിയാ. അലീന. കറക്റ്റ്. നിന്നെയും കമലയെടുത്തേയും ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചേ പറ്റും. ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ പറ്റൂ. അതൊക്കെ പോട്ടെ വൈദ്യ. രോഹിയെ ജാമ്യത്തിലാക്കണ്ടേ? ഇന്ന് ഉച്ച കഴിയുമ്പോ അവരെ കോടതിയിൽ ഹാജരാക്കും. ഞാൻ ഇവിടെ കിടന്ന് എന്നാ ചെയ്യാനാ? എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിനക്ക് എന്നാ സഹായം? രോഹി മോനെ ജയിലിൽ കയറ്റാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ജയിലിൽ കയറി അവന്റെ ഭാവി നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഹരിയുടെ അവസ്ഥ. ഈ ഒരു കേസിൽ ആരും സഹായിക്കാൻ മുന്നോട്ട് വരത്തില്ല. എല്ലാരും കൂട്ടുകൂടി ഒരു വികൃതി കാണിച്ചത് ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണോ ശിവേട്ട? ഇതാണോ വികൃതി? നീ 23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് കാണിച്ചതും വികൃതിയായിരുന്നു. അലീനയോട് ഇവന്മാർ 2 പേരും ഇത് തന്നെയല്ലേ ചെയ്യാൻ പോയത്. അന്ന് അവള് പരാതി കൊടുക്കായിരുന്നോട് രക്ഷപ്പെട്ടു. അതിനുശേഷം അലീന നിന്റെ മകനെ പല തവണ ഉപദേശിച്ചു എന്ന് മനു ഞങ്ങളോട് പറഞ്ഞു. അവൾ ഉപദേശിച്ച വാചകം പോലും മനു ഞങ്ങളോട് പറഞ്ഞു. പോകരുത്, ചീത്ത കൂട്ടുകെട്ട് നിന്നെ ജയിലിൽ കൊണ്ടെത്തിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? അവളുടെ കരുനാക്കൊണ്ട് പറഞ്ഞതല്ലേ? വലിക്കുമായിരിക്കും. അത് ഫലിക്കാതെ പോകത്തില്ല. കാരണം നീ അവളോട് അത്രയും ക്രൂരത കാണിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത അവളോട് കരുണയില്ലാതെ പെരുമാറുമ്പോ ഓർത്തോണം, എവിടെന്നെങ്കിലും അതിനൊരു തിരിച്ചടി കിട്ടുമെന്ന്. അതാണ് കർമ്മഫലം. കിട്ടിയില്ലേ? എന്റെ മകൻ ജയിലിൽ കയറുമ്പോ രാജീവേട്ടനും അവൾക്കും സന്തോഷം കിട്ടുമല്ലോ അല്ലേ? നിന്നോട് എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ശിവേട്ട ഹരിയെ ജാമ്യത്തിൽ ഇറക്കുമ്പോ രോഹിയെ കൂടെ നടക്കണേ. പണം എത്ര വേണേലും ഞാൻ തരാം. ഒന്നും നടക്കില്ല വൈജി. അവര് റിമാൻഡ് ചെയ്യും. സബ് ജയിലിൽ പോയി കിടക്കേണ്ടി. കേസിന്റെ ശിക്ഷ വേറെ. പൈസയും ഇതുവരെ ഉണ്ടാക്കി വെച്ച
വിചാരിച്ചതൊക്കെ തീരും. ദുഷ്പേര് ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. ഇത് പറയാനാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. നീ അലീനോട് പറഞ്ഞാല് അവൾക്ക് ചിലപ്പോ നിന്റെ മകനെ രക്ഷിക്കാൻ പറ്റിയേക്കും. അവളുടെ കൈയും കാലും പിടിച്ചിട്ട് എന്റെ മകൻ രക്ഷപ്പെടണ്ട. ഒരു തവണ രക്ഷപ്പെടുത്തിയത് അവളാ, അത് മറക്കണ്ട. ഇല്ലെങ്കിൽ ഹരിയും അവൻ അകത്ത് കിടന്നേനെ. കഴിഞ്ഞ രാത്രി പോലീസ് അവളെ പിടിച്ചുകൊണ്ട് പോയി കുറെ നിർബന്ധിച്ചു എന്നാ മനു പറഞ്ഞത്. പഴയ റേപ്പ് അറ്റംപ്റ്റിന്റെ കാര്യത്തിൽ പരാതി എഴുതി കൊടുക്കാൻ. പക്ഷെ അവള് കൊടുത്തിട്ടില്ല. എനിക്ക് അവളെ പറ്റി ഒന്നും കേൾക്കണ്ട. വേണ്ടെങ്കി വേണ്ട. രജിവേ, നമുക്ക് ബാലേന്ദ്രന്റെ അടുത്തൊന്ന് കേറിട്ട് പോവാം. നിങ്ങൾ എന്തിനാ അങ്ങനെ കാണുന്നത്? ബാലേന്ദ്രൻ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ചുമ്മാ കിടന്നാ മതിയല്ലോ. നല്ല സുഖമല്ലേ? സാറിന് വിസിറ്റേഴ്സ് ഉണ്ട്. ആരാ? മാഡത്തിന്റെ ബ്രദേഴ്സ് ആണ്. രണ്ടുപേരുണ്ട്. കയറി വരാൻ പറയും. വന്നോളൂ. വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് വന്നാണല്ലോ. അതെ. എന്താണ് ചെയ്യേണ്ടതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയാലേ ഉള്ളൂ. ആകെ ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിരുന്നു. രാഷ്ട്രീയക്കാരെങ്കിലും ചെറുതൊന്നും പോരാ. മിനിസ്റ്റർ ലെവലിൽ ഇടപെടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? രാമപുരത്ത് കമലയുടെ ഒരു അമ്മാവനുണ്ട്. പക്ഷെ ഭരണകക്ഷി ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു. പോലീസിൽ ആരെങ്കിലും പിടിപാടുണ്ടോ? SPയോ IG അങ്ങനെ ആരെങ്കിലും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ SI രമേശ് നമ്പരോട് ചോദിച്ചപ്പോ പറഞ്ഞതാ. പീഡന കേസിന് തലവരാൻ പറ്റത്തില്ലെന്നേ. എല്ലാ കേസിനും ഇല്ലേ ചില ലൂപ്പ് ഹോൾസ് ഒക്കെ. പീഡന കേസിൽ അതില്ല. പീഡനത്തിനിരയായ സ്ത്രീ പറയുന്ന വാക്കിനാണ് അതിന്റെ വില. വേറെ തെളിവൊന്നും വേണ്ട. അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, സാഹചര്യ തെളിവുകൾ ഉണ്ടായിരിക്കണം. ഇവിടെ ഇപ്പൊ എല്ലാ തെളിവുണ്ട്. പീഡനം നടന്ന വീട്, മുറി, ഫോറൻസിക് സാമ്പിൾസ്, ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ്, ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ്. ബാലേന്ദ്രന് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പരിചയമുണ്ട്? എനിക്കാരെയും പരിചയം. ഇതിന്റെ പേരിൽ ഞാൻ ആരുടെയും കാല് പിടിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമായിരുന്ന സമയം കഴിഞ്ഞു പോവുകയും ചെയ്തു. സംഭവം നടന്ന അന്ന് തന്നെ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഓടി നടന്ന് കാണേണ്ടവരെ കണ്ട് കൊടുക്കേണ്ടവർക്ക് വേണ്ട പോലെ കൊടുത്ത് മുൻകരുതൽ എടുക്കാമായിരുന്നു. ഇതിപ്പം ആരൊന്നും പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല. അവന്മാർ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങി. വിവരം കേട്ട റാസ്കൽസ്. അതിപ്പോ ആ പെണ്ണ് എന്ത് ചെയ്തെന്ന് അവന്മാർ അന്വേഷിക്കണ്ടേ? ഹോസ്പിറ്റലിലേക്ക് പോയി അറിഞ്ഞിരുന്നെങ്കിൽ അവളുടെ വീട്ടുകാരെ കണ്ട് 25-50 ലക്ഷം രൂപ കൊടുത്ത് നമുക്ക് ഈ കേസ് ഒഴിവാക്കാമായിരുന്നു. അത്രയും എമൗണ്ട് ഒന്നിച്ചു കൊടുത്ത് അവർ സമ്മതിച്ചേനെ. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എല്ലാം പിടിവിട്ട് പോയി. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ. കേസ് കോടതി വരുമ്പോ പെൺകുട്ടി മൊഴിമാറ്റി പറഞ്ഞ രക്ഷപ്പെടാൻ പറ്റി. അതൊക്കെ കുറച്ച് സാവകാശമുള്ള കാര്യങ്ങളല്ലേ. ഇപ്പൊ നമുക്ക് അവരെ ജയിലിൽ കയറ്റാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ആലോചിക്കണം. അതൊന്നും നടക്കില്ല ശിവ. 30 ദിവസമെങ്കിലും റിമാൻഡ് കാലാവധി വിധി. ജയിലിൽ കിടക്കട്ടെ ശിവേട. മക്കൾ പഠിക്കട്ടെ. നമ്മള് അവരെ കോളേജിലോട്ട് പഠിക്കാൻ വിട്ടത്. അവന്മാർക്ക് അത് പോരാ. ജയിലിലെ കോഴ്സാണ് അവന്മാർക്ക് പഠിക്കാൻ ഇഷ്ടം. പഠിക്കട്ടെ. എന്നതൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കളല്ലേ ബാലേന്ദ്ര. പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല അമ്മമാര് വളർത്തണം. കൊല്ലപ്പള്ളിയിലുണ്ടോ ഒരു വിഷം, കമല കടപ്പാട്ടൂരും കൊണ്ടുവരണം, വൈജയന്തി. അവര് വളർത്തേണ്ട രീതിക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പുറത്ത് ആൾക്കൂട്ടമുണ്ട്. നമ്മൾ പ്രതികളുമായി ഇറങ്ങി ചെല്ലുമ്പോ പെട്ടെന്ന് പ്രകോപനം ഉണ്ടായെന്ന് വരാം. നിനക്കെന്താ ലോക്കപ്പിൽ നിന്ന് ഒരു മടി ഇറങ്ങി